Hey guys, welcome back to my channel. So in this video, I'll be talking about my entire journey and I'll be showing my entire journey till London. So I chose the flight Virgin Atlantic for my travel till London from the airport, Bangalore International Airport. The reason why I chose is because they have the direct flights, and I'll be tired if I'm using layover or something, and it might cost you a lot of time and money as well. So I will always suggest everyone to take a direct flight from Bangalore, and the airport was really nice. And this video will be both in languages, both English and Malayalam. So, yeah, enjoy the vlog. So, here I'm sorting all of my things in the check in counter, and I know it's something really stressful in that time. Yeah. അങ്ങനെ ഞാൻ ഇമിഗ്രേഷനും സെക്യൂരിറ്റി ക്ലിയറൻസും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ദാ ഇവിടെ ഒരു ബോർഡിംഗ് ഗേറ്റ്സിൻ്റെ ഒരു സ്ഥലമുണ്ട്, അവിടെ വന്നിരിക്കുകയാണ്. സോ ദിസ് ഈസ് ബാംഗ്ലൂർ എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ട്, ആൻഡ് ഇറ്റ് ഇസ് സോ ഗുഡ്. ഐ എം ലിറ്ററലി സേയിങ് സോ ഗുഡ്. ആൻഡ് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് ടെൻഷനുണ്ട്, പക്ഷെ വലിയ കുഴപ്പമില്ല. അവിടെ വീട്ടുകാരെ വിട്ട് വന്നപ്പോൾ കുറച്ച് ഇമോഷണലൊക്കെ ആയി, പക്ഷേ കുഴപ്പമില്ല. ഇങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഇനി എനിക്ക് ഗേറ്റിൻ്റെ അവിടെ പോയി എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. 5:55 ഫ്ലൈറ്റ്. അപ്പം 4:25 ഗേറ്റ് ക്ലോസ് ആവും. അപ്പം അതിന് മുന്നേ അവിടെ പോയി ഇരിക്കണം. അപ്പം ഇനിയും ഏകദേശം 3:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി 4:25 ഓൾമോസ്റ്റ് 1 hour ഉണ്ട്. സോ അതാണ്. അങ്ങനെ പറഞ്ഞതുപോലെ ചെക്കിനൊക്കെ കഴിഞ്ഞ് ഇനി എനിക്ക് ഗേറ്റിൽ പോയി ഇരുന്നാൽ മതി. ഞാൻ ഏകദേശം 1 മണിക്കൂർ മുന്നെയാണ് വന്നത്. ഫ്ലൈറ്റ് 5:55 സംതിങ്ങിനായിരുന്നെങ്കിലും ഞാൻ ചെക്കിൻ കഴിഞ്ഞപ്പോൾ ഒരു 3:45 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്തിരുന്നു, നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ എന്നും പറഞ്ഞിട്ട്. നമ്മൾ ഈ ഒരു ഗവൺമെൻറ് സൈറ്റിൽ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോഡ് കിട്ടും. ആ കോഡ് യൂസ് ചെയ്ത് നമ്മൾ അവിടെ ഫസ്റ്റ് ആയിട്ട് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇന്റർനാഷണൽ ട്രിപ്പിലൊക്കെ ഇമിഗ്രേഷൻ പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം കുറേ നേരം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ രാവിലെ വെളുപ്പിന് ഫ്ലൈറ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്യാപ്പുച്ചിനോ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ 800 രൂപ കൊടുത്ത് ഒരു ക്യാപ്പുച്ചിനോ ഞാൻ കുടിക്കുകയാണ്. ടു ബി ഹോണസ്റ്റ്, ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ എം ട്രൈയിങ് എ ക്യാപ്പുച്ചിനോ, ബിക്കോസ് ഞാനങ്ങനെ കോഫി കുടിക്കുന്ന ആളല്ല. ടീ പേഴ്സൺ ആണെങ്കിലും വൺസ് ഇൻ എ ഡേ മാത്രമേ ഞാൻ കുടിക്കാറുള്ളൂ. അപ്പോൾ ഇതും വളരെ ഒരു സ്ട്രേഞ്ച് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിത് റീൽസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കുടിക്കുന്നത്. ഞാൻ ഒരുപാട് ഷുഗർ തട്ടിയിട്ടാണ് കുടിച്ചത്. ഈ ഡിസൈനൊക്കെ പൊളിച്ച് എടുക്കാനുള്ള മനസ്സില്ലായിരുന്നു, പക്ഷെ കുടിക്കണമെങ്കിൽ നമ്മളത് ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ടൈം അവിടെ എൻജോയ് ചെയ്യുമായിരുന്നു. വീട്ടുകാരെ വിട്ടിട്ട് വന്നതുകൊണ്ട് നല്ല വിഷമമുണ്ട്, പക്ഷെ ഞാൻ എടുത്ത ഡിസിഷൻ ആയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ എന്താ പറയാ, ഭയങ്കര ഭയങ്കര വിഷമമൊന്നും തോന്നിയില്ല. ഓൾവേസ് നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ മാറിക്കഴിഞ്ഞാലേ നമ്മളുടെ പൊട്ടൻഷ്യൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ഈ ഒരു അവസരം എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങനെ കയറി പോകുന്നത്. സോ ആ ഒരു ഹോൾ ഡേ ഇപ്പോഴും ഒരു പുക പോലെയാണ് ഇരിക്കുന്നത്. കാരണം എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അത് അങ്ങനെ അങ്ങ് നടന്നു പോയ ഒരു രീതിയിലായിരുന്നു. ഞാൻ എന്താ പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. സോ ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര കിഡിലൻ എയർപോർട്ടാണ്. കാരണം എന്താ പറയുക, അത് ന്യൂ എയർപോർട്ടും കൂടിയാണ്. ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂ ആയിട്ട് പണിതതാണ്. അതിൻ്റെതായ നല്ല രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. സോ എൻ്റെ ഗേറ്റ് വന്നിട്ട് C something ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ പോവാണ് സിയിലോട്ട്. സോ ഇതാണ് ആ ഒരു ഗേറ്റിൻ്റെ എൻട്രൻസിലോട്ട് പോകുന്ന എക്സ്കലേറ്ററും കാര്യങ്ങളും ഒക്കെ. ഞാൻ ഈ വീഡിയോ എടുത്തത് സെപ്റ്റംബറിലാണ്. ഇപ്പോൾ ഡിസംബറായി. ഞാൻ ഇപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്തിടുന്നത്. കാരണം സമയമില്ലായിരുന്നു. ഓഫ് കോഴ്സ് ഇപ്പം ഞാൻ ക്രിസ്മസ് വെക്കേഷൻ ഇങ്ങനെ ആവാൻ പോവാണ്. അപ്പം ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ഒക്കെ ചെയ്തിടുന്നത്. സോ എൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത് C2 ഗേറ്റ് ആയിരുന്നു. സോ ഞാൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ കരുതിയത് ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ കൂടെ കാണും, അപ്പം അവരുമായിട്ട് കമ്പനി അടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ആരും ഇല്ലായിരുന്നു. മിക്കതും വയസ്സായ ആൾക്കാരും ജോലിക്ക് പോകുന്നവരും പിന്നെ അല്ലാതെ പോകുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു. സ്റ്റുഡൻസ് ഒക്കെ വളരെ കുറവായിരുന്നു.
സോ എൻ്റെ ഫ്ലൈറ്റിൻ്റെ സമയം എത്തിയിരിക്കുകയാണ് 5:55 ടു ലണ്ടൻ. ഇതൊക്കെ ഞാൻ ഒരു ദിവസമല്ല, കുറേ നാളുകളായിട്ട് കാണുന്ന സ്വപ്നം മുന്നിൽ തെളിഞ്ഞു വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമാണ്. അങ്ങനെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഞാൻ ജാക്കറ്റൊക്കെ വലിച്ച് കയറ്റി. അപ്പം അവിടെ വലിയൊരു ഫ്ലൈറ്റ് ആണല്ലോ, അപ്പോൾ ഓരോ സീറ്റ് അനുസരിച്ചാണ് അവർ ക്യൂവിൽ നമ്മളിങ്ങനെ പാസ് ചെയ്തൊക്കെ വിടുന്നത്. സോ ഇതാണ് എൻ്റെ ബോർഡിംഗ് പാസും പാസ്പോർട്ടും. ഈ ബോർഡിംഗ് പാസ് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഓഫ് കോഴ്സ് ഞാൻ ഭയങ്കര മെമ്മറി സൂക്ഷിക്കുന്ന ഒരാളാണ്. ഞാൻ എല്ലാ മെമ്മറീസും ഇങ്ങനെ ഒരു ദിവസം നമുക്കിങ്ങനെ എത്തി നോക്കാൻ, എന്താ പറയാ, എത്തി നോക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെക്കും. സോ ഫ്ലൈറ്റിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ സ്റ്റുഡൻറ് വിസയിൽ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു സജഷൻ എന്ന് വേണമെങ്കിൽ കൂട്ടിക്കോ, എപ്പോഴും ഡയറക്റ്റ് ഫ്ലൈറ്റ് തന്നെയാണ് നല്ലത്. അപ്പം നിങ്ങൾക്ക് ബാംഗ്ലൂർ വരെ പോയി അവിടെ നിന്ന് ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് എടുത്ത് ഡയറക്റ്റ് ലണ്ടനിലേക്ക് പോകാൻ പറ്റുന്നെങ്കിൽ അത് അത്രയും നല്ലതാണ്. ഒരുപാട് പൈസയും സേവ് ചെയ്യും, ഒരുപാട് സമയവും സേവ് ചെയ്യും. നമ്മൾ അത് ഒരുപാട് ടയേർഡ് ആവത്തില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു കൺട്രിയിലോട്ട് ചെല്ലുന്നത്. അപ്പം നല്ല ടയേർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ഒരു ഇടങ്ങേറായിരിക്കും. ഈ ഒരു ഫ്ലൈറ്റ് 11 hour ലോങ് ഫ്ലൈറ്റ് ആയിരുന്നു. ആ ഫ്ലൈറ്റിലുടനീളം ഞാൻ ഉറങ്ങിയിട്ട് പോലുമില്ല. കാരണം അത്രയ്ക്കും താഴെയുള്ള സൈറ്റ് സീയിങ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. ഗൈസ്, അങ്ങനെ ഞാൻ ഇതിനകത്ത് കയറി. അപ്പോൾ ഇവിടെ ഒരു സാധനം ധരിക്കുന്നത് ഹെഡ്ഫോണാണെന്തോ, ഹെഡ്ഫോൺ ഒരു പുതപ്പ് പോലത്തെ ഒരു സാധനം, പുതപ്പ്. പിന്നെ കുറച്ച് വെള്ളം. ഞാൻ വെറുതെ വെള്ളം ബോട്ടിൽ വെളിയിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇത്രയാണ് ഇവിടെ ഉള്ളത്. കുറച്ച് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ്. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം എത്ര പേർക്ക് റിലേറ്റബിൾ ആണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. സത്യം പറഞ്ഞ ഞാൻ ഈ സൈഡിലിരിക്കുമ്പോൾ ആരും എൻ്റെ കൂടെ വരല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയിലായിരുന്നു ഞാൻ ഫുള്ള്. കാരണം സീറ്റ് 2 ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അതിൻ്റെതായ വൈബാണല്ലോ. പക്ഷേ എന്താ പറയുക, അൺലക്കി ആയിപ്പോയ എൻ്റെ കൂടെ ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നു. അത് മൊത്തം കണ്ടുകൊണ്ടിരിക്കേണ്ടി വന്നു എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ ഫ്ലൈറ്റിലുള്ള സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവരുടെ പരസ്യമൊക്കെ കാണിച്ച് അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഫ്ലൈറ്റ് കുറേ കഴിഞ്ഞിട്ടാണ് ഫ്ലൈറ്റ് എടുത്തത്. വെളിയിലൊക്കെ ഭയങ്കര മഞ്ഞായിരുന്നു, കാരണം വെളുപ്പാങ്കാലം ആണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ അവരൊരു എയർ പോലത്തെ ഒരു സാധനം കയറ്റിയപ്പോഴാണ് ഫ്ലൈറ്റൊക്കെ ഒന്ന് തെളിഞ്ഞു വരാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത വേറൊരു കാര്യമാണ് ഈ കാണുന്ന സാധനം. ഇത് ഫുൾ ടൈം ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. ഞാൻ ഏത് രാജ്യത്തിന്റെ മണ്ടയിൽ കൂടെയാണ് പോകുന്നത്, ഇപ്പം ഞാൻ കടന്നു പോകുന്നത് ഏത് വഴിയിലൂടെയാണെന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് എപ്പോഴും ഫ്ലൈറ്റിൽ ഫുള്ളും ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത് സത്യം പറഞ്ഞാൽ വേറൊരു തന്നെ ഒരു വൈബായിരുന്നു. അപ്പം നമ്മൾ പോകുന്ന റൂട്ട് ഏതാണെന്നൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയമായപ്പോഴത്തേക്കും ഇതിങ്ങനെ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി, നമ്മളിപ്പോൾ എവിടെയാണ്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതൊക്കെ. സോ അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാണ്. ഭയങ്കര ഇമോഷണലി ഓവർവെൽമിങ് ആയിരുന്നു ഈ ഒരു സമയം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇന്ത്യ വിട്ടു പോവുകയാണ്. ഇനി എന്ന് തിരിച്ചു വരും, എങ്ങനെ തിരിച്ചു വരും എന്നുള്ള ഒരു ഐഡിയയും ഇല്ല. രണ്ട് സൈഡും കടിച്ചു പിടിച്ചിട്ടാണ് ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത് തന്നെ. അപ്പം ആ ഒരു ടൈം എന്ന് പറയുന്നത് വല്ലാത്തൊരു ടൈമായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ ഫുള്ള് ഇതായിരുന്നു, ഞാൻ ഇന്ത്യ വിടുകയാണ്, ഇനി എന്ന് തിരിച്ചു വരും, എൻ്റെ ഹോംലാൻഡ് വിട്ടിട്ട് ഞാൻ വേറെ തന്നെ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്, തിരിച്ചു വരുമ്പോൾ എങ്ങനെയാവും, ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കൂലേ എന്നൊക്കെ ഉള്ള ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഞാൻ പിന്നെ ആ ഒരു ലിവ് ഇൻ ദ പ്രസന്റ് ആണ് എപ്പോഴും. സോ ഇങ്ങനെ ഞാൻ എപ്പോഴും സൂം ചെയ്ത് നോക്കും. ഫ്ലൈറ്റിൻ്റെ റൈറ്റ് സൈഡ്, ഫ്ലൈറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ്, ഫ്ലൈറ്റിൻ്റെ ബോട്ടം, ഫ്ലൈറ്റ് എബോ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഞാൻ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് ഇനിയിപ്പോൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിലും അവർക്ക് എന്താ പറയുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ നല്ലൊരു രസമാണ്. കാരണം എനിക്കിങ്ങനെ എന്താ പറയുക, ഉറങ്ങി തീർക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ. കാരണം ആ ഒരു സംഭവം ആ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ, പിന്നെ കഴിഞ്ഞാൽ അത് കിട്ടത്തില്ലല്ലോ.
സോ അങ്ങനെ ഒരുപാട് സോങ്സ് ഉണ്ടായിരുന്നു, മൂവീസ് ഉണ്ടായിരുന്നു. സോങ്സ് പിന്നെ ഞാൻ അധികം ഇട്ടില്ല, ടൈലർ സ്വിഫ്റ്റിന് മാത്രം ഇട്ടു. വീഡിയോസും അധികം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പോകുന്ന രാജ്യം ഫുള്ളും ഇരുട്ടായിരുന്നു. കാരണം ഇപ്പം ബാംഗ്ലൂരിൽ നിന്നപ്പോൾ വെളുപ്പാങ്കാലത്ത് 5 മണിയായിരുന്നു. അത് പോകുന്ന രാജ്യങ്ങൾ ഫുൾ ഇരുട്ടായിരുന്നു, കാരണം അവിടെ ഒന്നും നേരം വെളുത്തിട്ടില്ല. സോ ഇതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. കുറേയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വളരെ നല്ലതായിരുന്നു എന്ന് പറയാൻ ഇല്ല. ഞാൻ അധികം എൻജോയ് ചെയ്തില്ല സത്യം പറഞ്ഞാൽ. ഫുഡിന്റെ റേറ്റിംഗ് കൊടുക്കാൻ പറഞ്ഞാൽ ഞാനൊരു 5 അല്ലെങ്കിൽ ഒരു 6 മാത്രമേ കൊടുക്കുള്ളൂ, കാരണം അത്രയ്ക്കും നല്ല ഭയങ്കര ഫുഡൊന്നും അല്ലായിരുന്നു. ഇതൊരു മാംഗോ ബൺ അങ്ങനെ എന്തോ ഒരു സാധനമായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര മധുരമായിരുന്നു. അപ്പൊ രാവിലെ തന്നെ മധുരം കഴിക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് കഴിച്ചിട്ട് ഞാൻ അങ്ങ് വെക്കുക ചെയ്തത്. പിന്നെ വിശപ്പുള്ളത് കൊണ്ട് കഴിച്ചു എന്ന് മാത്രം. ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ എന്താണ് അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ നോക്കും. എന്നിട്ട് ആ മോണിറ്ററിൽ ഇങ്ങനെ നോക്കും, ഓക്കെ ഇപ്പം ഞാൻ മുംബൈയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ വെസ്റ്റേൺ ഗട്ട്സ് കടക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്. ഓക്കെ, ഞാൻ ഇന്ന ഇന്ന സ്ഥലങ്ങളൊക്കെയാണ് ഞാൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. ഇത് സണ്ണാണ്, ഇതിപ്പോ ദൂരെ നിന്നാണ് കാണുന്നത്. അപ്പം ആ സണ്ണ് നമ്മുടെ ഇന്ത്യയിൽ പ്രസന്റ് ആണ്, കാരണം ഇന്ത്യയിൽ ഇപ്പോൾ രാവിലെ ആയി കഴിഞ്ഞു. പക്ഷെ ഞാൻ പോകുന്ന രാജ്യങ്ങളിൽ ഫുള്ളും ഇരുട്ടാണ്, കാരണം ഞാൻ പോകുന്തോറും ഇരുട്ടായി വരികയാണ്. കാരണം അവിടെയൊക്കെ എന്താ പറയാ, ഇരുട്ടാണ്. ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കണ്ട ലൈറ്റ് അങ്ങ് പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ നേരം വെളുക്കുന്നതോടുകൂടിയാണ് പോകുന്നത്, പക്ഷെ അങ്ങനെയല്ല, തിരിച്ചായിരുന്നു. ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ഇരുട്ടായി. അപ്പൊ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, സൺ ഇല്ലാത്ത സ്ഥലത്ത്, അപ്പൊ ഞാൻ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഇരുട്ടാണ്, അപ്പൊ ഇനി സൺ പതുക്കെ വരത്തേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ക്രേസി ആയിട്ടുള്ള തോട്ട്സും. പക്ഷെ ഈ ഫ്ലൈറ്റിൽ ഇരുന്നപ്പോൾ ഞാനൊന്ന് ആഗ്രഹിച്ചു പോയി, പക്ഷെ രാവിലെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് താഴെ എന്താ നടക്കുന്നതെന്ന് കാണാം. കാരണം ഡെസേർട്സിലൂടെ മുകളിലൂടെയൊക്കെ ഞാൻ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പം ഡെസേർട്ടൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ കാണാനൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം മനസ്സിൽ വിചാരിച്ചു, ഇനി ഫ്ലൈറ്റ് ചൂസ് ചെയ്യുമ്പോൾ രാവിലെ എന്ന് വെച്ചാൽ രാത്രിയുള്ള ഫ്ലൈറ്റ് ചൂസ് ചെയ്ത്, അല്ലെങ്കിൽ വെട്ടമുള്ള സമയത്തുള്ള ഫ്ലൈറ്റ് ചൂസ് ചെയ്ത് പോകണമെന്ന് ഞാൻ മനസ്സിൽ അപ്പോഴേ വിചാരിച്ചു. കാരണം ഭയങ്കര പാടായിരുന്നു, എന്തൊക്കെയോ ഷാഡോസ് ഒക്കെ ഇങ്ങനെ താഴെ നിന്ന് എനിക്കൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഓ എന്തായിരിക്കും താഴെ, വെള്ളമായിരിക്കോ, ഡെസേർട്ടിന്റെ മുകളിൽ. മാത്രമല്ല ആ ഒരു സമയത്ത് ഏതൊക്കെയോ ഡെസേർട്ടിന്റെ മുകളിൽ പൊക്കോണ്ടിരുന്ന സമയത്ത് കൂടുതലും അറേബ്യൻ കൺട്രീസിന്റെ മുകളിലൂടെയാണ് പൊക്കോണ്ടിരുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ ഗ്ലാസ്സിലൊക്കെ ഭയങ്കര ചൂടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി നല്ല ചൂടാണ് ഇവിടെ. ആ സമയം സമ്മർ സീസണും കൂടെ ആയിരുന്നല്ലോ, അപ്പൊ നല്ല ചൂടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിലൊക്കെ ഇങ്ങനെ വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഫ്ലൈറ്റ് ഉടനീളം ഞാൻ ഉറങ്ങിയിട്ടില്ല. കണ്ടോ, ഇതാണ് ആ സ്ക്രീനിൽ കാണിക്കുന്നത്. പിന്നെ ഫുള്ള് ടൈലർ സ്വിഫ്റ്റ്. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും താഴെ ഫുള്ള് ഡാർക്കായി, പിന്നെ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ ആയപ്പോഴത്തേക്കും പിന്നെ ഞാൻ പതുക്കെ സോങ്ങിലോട്ടും വീഡിയോസിലോട്ടും മൂവീസിലോട്ടും ഒക്കെ മൂവ് ഓൺ ചെയ്തു. പിന്നെ ഞാൻ കുറെ സിനിമകളൊക്കെ ഞാൻ ഫോണിൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ അതൊക്കെ കണ്ടു. പക്ഷെ സിനിമ കാണുന്നുണ്ടെങ്കിലും മനസ്സ് ഫുള്ളും താഴെ എന്താണെന്നാണ്. പിന്നെ പതുക്കെ പതുക്കെ സൺ ഇങ്ങനെ റൈസ് ആയി തുടങ്ങി. പിന്നെ ഞാൻ ഏതൊക്കെയാ സ്വിറ്റ്സർലാൻഡ് അവിടെ കൂടെയൊക്കെ പാസ് ചെയ്തു. ആ സമയത്തൊക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം സൺ ഉദിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത്. ഒരു ക്രൊസോണ്ടും ഒരു പൊട്ടറ്റോ എഗ്സ് പിന്നെ ചിക്കൻ ഉള്ളൊരു ലഞ്ചും, പിന്നെ ഒരു യോഗർട്ട്, പിന്നെ അമുലിന്റെ ബട്ടർ, പിന്നെ ഒരു ഫ്രൂട്ട്സ്. ഇതാണ് ഉണ്ടായിരുന്നത്. സോ ആദ്യം ഞാൻ ട്രൈ ചെയ്തത് ആ ഒരു എഗ്സ് പൊട്ടേറ്റോ അങ്ങനത്തെ ഒരു സാധനമാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു. ഇതും ഞാനൊരു 7.5 അല്ലെങ്കിൽ ഒരു 5 ഒക്കെ ഞാൻ കൊടുക്കുള്ളൂ. നല്ല ചൂടുണ്ടായിരുന്നു. ആ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും വലിയ ഒരു രസമില്ല എന്നുള്ളത്. കാരണം ഒരു റോ ടേസ്റ്റ് ആയിരുന്നു. എരിവും ഇല്ല, പുളിയും ഇല്ല, മധുരവും ഇല്ല, അങ്ങനെ ഒരു ഇത്. പക്ഷെ ഈ ഒരു യോഗേർട്ട് നല്ല മധുരം ഉണ്ടായിരുന്നു. ഒരു മാംഗോ ഫ്ലേവേർഡ് യോഗേർട്ട് എന്തോ ആയിരുന്നു. ആ യോഗേർട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതിനകത്ത് വേറെയും എന്തൊക്കെയോ മഷ്റൂമോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ആഹാരം കഴിക്കുന്നതെന്ന്. അതുകൊണ്ട് ഞാനത് ഫുൾ കംപ്ലീറ്റ് ചെയ്തില്ല, കുറച്ച് കഴിച്ചിട്ട് കുറച്ചങ്ങ് വെക്കുക ചെയ്തത്. ചിലതൊക്കെ കൊള്ളായിരുന്നു, ചിലതൊന്നും വായിൽ വെക്കാനേ കൊള്ളില്ലായിരുന്നു. പിന്നെ എന്താ, കുറച്ച് കഴിച്ചപ്പോൾ തന്നെ വയറും വീർത്തു, പിന്നെ ഞാനതങ്ങ് അടച്ചു വെക്കുക ചെയ്തത്.
എന്തായാലും വളരെ നല്ലൊരു ജേർണി ആയിരുന്നു. ഈ യോഗട്ട് സൂപ്പർ ആയിരുന്നു എന്നുള്ളത് എൻ്റെ മുഖത്തിലിപ്പം എക്സ്പ്രസ്ഡ് ആണ്. അത് ഞാൻ ഒരുപാട് കഴിച്ചു. പിന്നെ എന്താ, അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ഓരോ പിന്നെ ഈ കോക്പിറ്റ്, അതായത് നമ്മുടെ പൈലറ്റ്സിന്റെ വ്യൂ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഓൾട്ടിറ്റ്യൂഡ് എത്ര, നമ്മൾ എത്ര ഉയരത്തിലാണ് പോകുന്നത്, എത്ര സ്പീഡിലാണ് പോകുന്നത്, ഇനി എത്ര മൈല് ബാക്കിയുണ്ട്, എത്ര മൈല് കഴിഞ്ഞു, എത്ര മണിക്ക് നമ്മൾ അവിടെ എത്തും, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ താഴെയൊക്കെ ഒരുപാട് വിൻഡ് മില്ലും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. UK അടുത്ത് വന്നപ്പോഴേക്കും ഒരുപാട് വിൻഡ് മില്ല് ഇങ്ങനെ പ്രത്യക്ഷമാവാൻ തുടങ്ങി. അങ്ങനെ ഒരു നല്ലൊരു ജേർണി തന്നെ ആയിരുന്നു ഒരു എന്താ പറയാ 11 hour ജേർണി എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്, ഈ വെർജിൻ അറ്റ്ലാന്റിക്കിൽ നമുക്ക് ചൂസ് ചെയ്യായിരുന്നു. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ സീറ്റ് ബുക്ക് ചെയ്തിടാം. അങ്ങനെ ഒരു ഫെസിലിറ്റി വെർജിൻ അറ്റ്ലാന്റിക്കിൽ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ തന്നെ ചൂസ് ചെയ്യണം, ഫ്ലൈറ്റിന്റെ റൈറ്റ് സൈഡിൽ. കാരണം ആ റൈറ്റ് സൈഡിൽ നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലണ്ടൻ കാണാൻ പറ്റൂ. അതായത് നമ്മളുടെ ലണ്ടൻ ബ്രിഡ്ജ് ആണെങ്കിലും നമ്മുടെ ബിഗ് ബെൻ ആണെങ്കിലും ഒക്കെ ആ ഒരു സൈഡിൽ നിന്നാൽ മാത്രമേ കാണാൻ പറ്റൂ. അപ്പുറത്തെ സൈഡിൽ നിന്നാലും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, പക്ഷെ ഈ സൈഡിൽ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആൻഡ് അങ്ങനെ ഞാൻ യുണൈറ്റഡ് കിങ്ഡമിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഓക്കെ, ഐ എം ഗോയിങ് ടു എൻ്റർ ദ യുണൈറ്റഡ് കിങ്ഡം, ഐ എം സോ എക്സൈറ്റഡ്. കാരണം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ ഒരു മൊമെന്റ് എന്ന് പറയുന്ന ഒരുപാട് നാള് ആഗ്രഹിച്ച് കിട്ടിയ മൊമെന്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ ആ ഒരു നിമിഷം ഞാൻ എൻ്റെ ഫോണിലൂടെയൊക്കെ ഇങ്ങനെ പകർത്തി. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ ഒരു എയറിന്റെ ആ ഒരു ക്ലീൻനെസ് നല്ല രീതിക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഇന്ത്യയിൽ നിന്നും വേറൊരു രാജ്യം, അതായത് UK എത്തിയപ്പോഴും ആ ഒരു സ്കൈയുടെ ആ ഒരു ക്ലിയറൻസ് നല്ല രീതിക്ക് എന്താ പറയാ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് TV-യിലൂടെ മാത്രം കണ്ടുകൊണ്ടിരുന്ന UK ഞാനിപ്പോൾ എൻ്റെ നേക്കഡ് ഐയിലൂടെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയത്തില്ല. സോ ലണ്ടൻ എയർപോർട്ട് എത്താറാവുമ്പോഴേക്കും ഒരു ടേൺ ഓവർ പോലെ ഒരു സംഭവമുണ്ട്. ഫ്ലൈറ്റ് ഫുൾ ഇങ്ങനെ ചരിഞ്ഞായിരിക്കും പോകുന്നത്. അപ്പൊ ചരിഞ്ഞു പോകുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ വൃത്തിക്ക് താഴെയുള്ള എന്താണെന്ന് കാണാൻ പറ്റും. ആ വീടിന്റെ ആ ഒരു ഷേപ്പ് ആണെങ്കിലും ഒക്കെ. ആ കാണുന്നതാണ് ലണ്ടൻ. ഓ മൈ ഗോഡ്, ഇപ്പോഴും ഞാൻ ആ മൊമെന്റ് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും ഒരു എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആണ്. പിന്നെ ഞാൻ എന്താ പറയാ ലണ്ടൻ ബ്രിഡ്ജ് കണ്ടു, എല്ലാം കണ്ടു, കാണേണ്ടതൊക്കെ കണ്ടു. അപ്പൊ ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. സോ അങ്ങനെ ആഫ്റ്റർ 11 hour ഓഫ് ഹോൾ ജേർണി ഞാൻ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് ടു ദ യുണൈറ്റഡ് കിങ്ഡം. ഞാൻ നല്ല രീതിക്ക് ഇമോഷണലായി. കാരണം ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വൈൽഡസ്റ്റ് ഡ്രീം, അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഡ്രീം പോലെ ആയിരുന്നു. അച്ചീവ് ചെയ്ത ഒരു ഫീൽ ആയിരുന്നു അത്. എത്ര പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. ഞാൻ കുറെ നേരത്തേക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഓക്കെ, ഐ റീച്ച്ഡ്, ഐ ഓക്കെ ഇത് സംഭവിച്ചു എന്നുള്ളൊരു ഡിസ്ബിലീഫ് ആയിരുന്നു. അത് ഓവർ ആക്ടിങ് ചെയ്യല്ല. അത് എത്ര പേർക്ക് അത് റിലേറ്റബിൾ ആണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇവിടം വരെ എത്താൻ സാധിച്ചതിൽ എന്താ പറയുക, ഗ്രേറ്റ്ഫുൾ ആണ്. ഓൾവേസ് ഗ്രേറ്റ്ഫുൾ എന്നേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഹീത്രോ എയർപോർട്ട് ടെർമിനൽ 3-ൽ ഞാൻ വന്ന് ലാൻഡായി. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ആൻറ്റി അങ്കിളിനെ വിളിച്ച് അറിയിച്ചു, ഓക്കെ ഞാൻ ലാൻഡ് ആയിട്ടുണ്ട്. നമുക്ക് VFSന്ന് സിമ്മ് തന്നിട്ടുണ്ടായിരുന്നു, ലിബാറ സിമ്മ്. അപ്പോൾ ആ സിമ്മൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ എല്ലാവർക്കും മെസ്സേജും കോളും ഒക്കെ ചെയ്തിട്ട് പറഞ്ഞു ഞാൻ ലാൻഡ് ആയിട്ടുണ്ടെന്നുള്ളത്. ഞാൻ ഒരാഴ്ചത്തേക്ക് എൻ്റെ ആൻറ്റിയുടെ അങ്കിളിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. ഇംഗ്ലണ്ടിലാണ്. സോ അവരവിടെ സെറ്റിൽഡ് ആണ്. അപ്പം
അങ്ങനെ ഞാൻ അവരുടെ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഒരാഴ്ച ഞാൻ അവിടെ സ്റ്റേ ചെയ്ത് ഒന്ന് അറ്റ്മോസ്ഫിയർ ആയിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ യൂണിവേഴ്സിറ്റിയിലോട്ട് പോയത്. അതായത് സ്വാൻസിയിലാണ് എൻ്റെ യൂണിവേഴ്സിറ്റി. സോ ഇത് എൻ്റെ ആൻറ്റിയുടെ പപ്പിയാണ്. ആൻഡ് ഷി വാസ് റിയലി ക്യൂട്ട്. അപ്പോൾ ആൻറ്റി ഞങ്ങളും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഹോം എവേ ഫ്രം ഹോം എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ആ ഒരാഴ്ചത്തോളം. കാരണം അല്ലാതെ ഞാൻ ഡയറക്റ്റ് സ്വാൻസിയിലോട്ട് വന്നിരുന്നെങ്കിൽ ചിലപ്പം ഭയങ്കരമായിട്ട് ഹോം സിക്നെസ് ഒക്കെ അടിച്ചേനെ. ആൻറ്റിങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര ഒരു റിലീഫാണ് എനിക്ക്. ഞാൻ ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ആണ് അങ്ങനെ ഒരു ഫാമിലി കിട്ടിയത്. സോ അങ്ങനെയാണ് എൻ്റെ ഈ ഒരു ഹോൾ ജേർണി എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ വീഡിയോ. സോ ആരെങ്കിലുമൊക്കെ സ്വാൻസിയിലോട്ടോ അല്ലെങ്കിൽ ലണ്ടനിലോട്ടോ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഹാവ് മൈ ഇൻസ്റ്റഗ്രാം ഐ ഡി. ഐ എം ഓൾവേസ് ഓപ്പൺ ടു ഹെൽപ്പ് എവ്രി വൺ ഹു ഹാവ് ദെയർ ക്വയറീസ് റിഗാർഡിങ് ദെയർ ജേർണി. സോ എന്ത് ടിപ്സ് വേണമെങ്കിലും എന്ത് സജഷൻസ് വേണമെങ്കിലും എനിക്ക് ഓൾവേസ് മെസ്സേജ് ചെയ്താൽ മതി. സോ ഞാൻ അപ്കമിങ് വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതാണ്. ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പെൻഡിങ്ങിലാണ്. സോ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.